PM കിസാൻ സമ്മാന പദ്ധതി എന്നത് ചെറുകിട കർഷകർക്ക് 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഏകദേശം 5 സെന്റ് മുതൽ 5 ഏക്കർ വരെ കൃഷിഭൂമി ഉള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 2019 ഫെബ്രുവരി 1-നാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. ഇതിൽ അംഗമാകാൻ കുറച്ച് നിബന്ധനകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ലാൻഡ് റെക്കോർഡ് പ്രകാരം 2019 ഫെബ്രുവരി 1-ന് ഭൂമിയുള്ളവരും ആ ഭൂമി ഇപ്പോഴും കൈവശം ഉള്ളവരുമായിരിക്കണം. അതായത് 2019 ഫെബ്രുവരി 1-ന് ശേഷം വാങ്ങിയതോ പേരിൽ കൂട്ടിയതോ ആയ ഭൂമി വെച്ച് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കില്ല. പിന്നെയുള്ളത്, സ്വന്തമായി സ്ഥാപനങ്ങൾ ഉള്ള വസ്തു ഉടമകൾ ആകരുത്. ഒരു കുടുംബത്തിൽ ഒരാൾക്കേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇവിടെ ഒരു കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് ഭാര്യ, ഭർത്താവ്, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരെയാണ്. അതായത് പ്രായപൂർത്തിയായ മക്കളുടെ പേരിൽ ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് വേറെ അപേക്ഷ വയ്ക്കാവുന്നതാണ്. പിന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ, 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ എന്നിവർ ഈ പദ്ധതിക്ക് അർഹരല്ല. ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാൻ പറ്റില്ല. പ്രൊഫഷണൽ ജോലിക്കാർക്ക് പറ്റില്ല. അതായത് ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ മുതലായ പ്രൊഫഷണൽ ജോലിക്കാർ, അവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയില്ല. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അതിനാവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1. 2018-19 കരമടച്ച രസീത്. ഇത് കയ്യിലില്ലെങ്കിൽ 2018-ന് മുൻപ് എപ്പോഴെങ്കിലും കരമടച്ച രസീതാണെങ്കിലും മതി. ഇനി പഴയ രസീതുകൾ ഒന്നും തന്നെ കിട്ടാൻ മാർഗമില്ലെങ്കിൽ വില്ലേജിൽ നിന്നും 2018-19 മുതൽ ഭൂനികുതി അടവാക്കുന്നതാണ് എന്നുള്ള ഒരു സാക്ഷ്യപത്രം വാങ്ങി ഉപയോഗിക്കാം. പിന്നെ ഇപ്പോഴത്തെ കരമടച്ച രസീത് ആവശ്യമാണ്. പിന്നെ ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇത്രയുമായി അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ ഓൺലൈൻ കേന്ദ്രങ്ങളിലോ നിന്ന് അപേക്ഷ വയ്ക്കുക. അതിനുശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന പൂരിപ്പിച്ച അപേക്ഷാ ഫോമും മുകളിൽ പറഞ്ഞതിൻ്റെ എല്ലാം കോപ്പികളും സഹിതം കൃഷിഭവനിൽ എത്തിക്കുക. എല്ലാ വെരിഫിക്കേഷനും ശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ്. PM കിസാൻ്റെ ലാസ്റ്റ് ഗഡു വന്നത് 2025 ഫെബ്രുവരി മാസത്തിലാണ്. ഇനി 4 മാസം കഴിയുമ്പോഴാണ് അടുത്തത് വരുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ആയാൽ നിങ്ങൾക്കും ആ തുക ലഭിക്കും. അപ്പോൾ അർഹതപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പോൾ അപേക്ഷ വെച്ചാൽ 2019 മുതലുള്ള തുക ലഭിക്കുമെന്ന്. അങ്ങനെ കിട്ടില്ല. നമ്മുടെ അപേക്ഷ അപ്രൂവ് ആയ സമയം മുതലുള്ള തുകയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ വയ്ക്കാൻ ശ്രദ്ധിക്കുക.